എന്ത് ചെയ്യും? അവിടെ കല്ലം തറ ഇങ്ങനെ പോകുന്നു. ഇങ്ങനെ അണ്ണനാണെങ്കിൽ എന്ത് ചെയ്യും? ഇങ്ങനെ പോവുകയാണ്. ടൈറ്റാനിക് ഇങ്ങനെ പലവത്തര വീഴും. ഇങ്ങനെ പോകണം. എന്ത് ചെയ്യും? കൈ കെട്ടിട്ടുണ്ട്, കാല് കെട്ടിട്ടുണ്ട്, ഇങ്ങനെ പോവുകയാണ്. കാര്യം തറയിലെത്താറ്. എന്ത് ചെയ്യും? പുള്ളി ഭയങ്കര ബുദ്ധിമാനാണ്. പിടിച്ചോ, ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ തറയെത്താറേപ്പം ഒരു സൈഡ് ഒരു സൈഡ് കൊണ്ടൊക്കെ തീർന്നു. മൂക്ക് കിട്ടി പുള്ളിക്ക്. അറ്റ്ലീസ്റ്റ് മുഖത്തിനെങ്കിലും ഒരു കേടുപാട്. അയ്യോ കുറെ ചോദിച്ചോ. നന്നായി. അദ്ദേഹം എപ്പോഴും ഉണ്ടോ? ലൈക് ഈ സൈഡ് കാണാതിരിക്കും. ഇപ്പൊ ടാബിളെന്ന് പറയുമ്പോഴേ ഇതിന് തൊട്ടുമ്പോ ഒരു കോമഡി ഉണ്ട്. അത് ഭയങ്കര. ഇത് വീഴുന്നതിന് തൊട്ടുമ്പേ മഗ്ദലിനെ മറിയോ കന്യാമറിയോ ഇങ്ങനെ ഇരിക്കണം യേശുക്രിസ്തുവിന്റെ അടുത്ത്. അപ്പൊ പുള്ളി യേശുക്രിസ്തുവിന്റെ വയറ് അല്ല ഇങ്ങനെ തോർത്താണ് കൊടുത്തേക്കുന്നത്. ഇങ്ങനെ വെച്ചിട്ട് വയറൊന്ന് അകത്തോട്ടാക്കി തോർത്ത് താഴെ വിടും. പേരറിഞ്ഞൂടാ മറിയം മറിയം പേരറിഞ്ഞൂടത്തോട്ടെ. കാര്യം ഈ രണ്ട് ആരാണെന്ന് അറിഞ്ഞൂടാ. മേക്കപ്പ് ചെയ്തപ്പോ മാറിപ്പോയി. മറിയം തോർത്തൊന്നും എടുത്തു തരാൻ. അവരിങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. മറിയം മറിയം മറിയം. അത് അവിടെ വിളി കേട്ടില്ല. അപ്പൊ ഇപ്പുറത്ത് മഗ്ദലന മറിയം. അതിനുശേഷം ഇങ്ങനെ നാണം എന്ത് ഇങ്ങനെ പിടിക്കാൻ ഇതിന് ശേഷമാണ് വീഴുന്നത് അല്ലേ? ഇപ്പൊ ഈ ഞങ്ങളുടെ വീട്ടിലെ അതിഥികൾ എന്ന് പറയുന്ന സിനിമയില് ഞാനൊരു പാട്ട് പാടിയിട്ടുണ്ട്. സൂപ്പർ അടിപൊളി സംഭവിച്ചു. കുഴപ്പമില്ല, നമുക്ക് കേട്ടിട്ട് അറിയാലോ എങ്ങനെയാണ്. രതീഷ് വേഗയാണ് ഇതിന്റെ മ്യൂസിക്. മറ്റേ സന്തോഷ് വർമ്മയാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഇത് ഭാഗ്യമായിട്ട് കരുതുന്നു. പിന്നെ പ്രേക്ഷകരുടെ ഭാഗ്യത്തിന് പാട്ട് ഫുള്ളായിട്ടില്ല. സിറ്റുവേഷനിൽ ഇത് നമ്മുടെ ഒരു ഡ്രീമാണ്. ഡ്രീം ആയിട്ടാണ് കാണിക്കുന്നത്. പിന്നെ സിനിമ കാണുമ്പോഴേ കൂടുതലും അതിൻ്റെ പാട്ടിൻ്റെ അർത്ഥം നിങ്ങളിലേക്ക് ഇറങ്ങി വരുള്ളൂ. എന്തായാലും ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു പാട്ട് പാടാൻ പറ്റിയത്. അപ്പോൾ ബാക്കപ്പ് സിംഗേഴ്സ് പിന്നെ ഉണ്ടല്ലോ എൻ്റെ കൂടെ, സിനിമയിലുണ്ട്, കൂടെയുണ്ട്. അപ്പോൾ എന്തായാലും ഒരു 4 വരി നമുക്കൊന്ന് കേൾക്കാം. മായേ മായേ നീയൻ കാണാക്കൂട്ട്, പൊട്ടിപ്പോയേ എൻ്റെ ചങ്കിൻ പൂട്ട്, കനവുകളെല്ലാം ഓരോ പൈങ്കിളിപ്പോൾ നിൻ ചിരിമഴവില്ലും തേടി പാറിടുന്നേ, അകലെ അകലെ മറയാതടി, അരികെ അണയാൻ വൈകാതടി, അകലെ അകലെ മറയാതടി, അരികെ അണയാൻ വൈകാതടി, മായേ മായേ നീയൻ കാണാക്കൂട്ട്, പൊട്ടിപ്പോയേ എൻ്റെ ചങ്കിൻ പൂട്ട്. എൻ്റെ ചങ്കിന്റെ പൂട്ടും അത് കേട്ട് പൊട്ടിപ്പോയിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഡെഫിനറ്റ്ലി ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എനിക്ക് ടിക്കറ്റ് തരില്ലേ? തീർച്ചയായും ഫ്രീ അല്ലേ? നിങ്ങൾക്ക് അങ്ങനെ അലോട്ട്മെന്റ് ഒക്കെ ഉണ്ടാവില്ലേ? ഒരു ഇമ്പോർട്ടന്റ് ആൾക്കാർക്ക് ഫ്രീ ടിക്കറ്റ് കിട്ടും. പക്ഷേ ഞാൻ കൂടുതലും പോറുള്ളത് ഫാമിലി ആയിട്ട് തന്നെയാണ്. അപ്പൊ പൈസ കൊടുത്തെടുക്കണം. എല്ലാവരും ഉണ്ടാവും. അപ്പൊ നമ്മൾ പൈസ കൊടുത്ത് തന്നെ കാണും. ഇവിടെ ഇങ്ങനെ കാണുന്നില്ലേ നിങ്ങൾ വാൾസിൽ ഫോട്ടോസ്? എനിക്കിങ്ങനെ ഫോട്ടോ എടുക്കും. ഞാനിങ്ങനെ സെൽഫി എടുത്തിട്ട് അടുത്ത പ്രാവശ്യം അടുത്ത ഗസ്റ്റ് വരുമ്പോൾ അവർക്ക് നിങ്ങളുടെ ഫോട്ടോ കാണാൻ പറ്റും. നമുക്ക് സെൽഫി എടുക്കാം. പേടിക്കണ്ട, ഫോൺ എടുത്താ. ഓക്കെ, സെൽഫി എടുക്കാൻ ആളുണ്ടോ? ഞാൻ തന്നെ സെൽഫി എടുക്കാൻ നമുക്ക് തനി. അതിനാണല്ലോ സെൽഫി എന്ന് പറയുന്നത്. യെസ്, ഇതായിരിക്കും നമ്മൾ വാളിൽ ഇടാൻ പോകുന്ന ഫോട്ടോ. നന്നായിട്ടുണ്ട് അല്ലേ? എന്നെ കാണാനും കൊള്ളാം. എങ്ങനെയുണ്ട് ഡ്രസ്സൊക്കെ? എങ്ങനെയുണ്ട്? പൂർണിമ ചേച്ചി, പൂർണിമ ഇന്ദ്രജിത്ത്, പ്രാണ, നന്നായിട്ടുണ്ട്. താങ്ക് യു. ഇത് അധികം വന്നാ? ഇതിപ്പോ ജീൻസ് ഇടാൻ പാടില്ല. തുണി അധികം വന്നാണ്. നമുക്ക് പ്രേക്ഷകരോട് ബൈ പറഞ്ഞിട്ട് നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കാം. അപ്പം ഇന്നത്തെ സിനിമ കമ്പനി സീസൺ 2 ബോബി ആൻഡ് മാരഡോണ ഗോൾഡൻ ഡയമണ്ട് ജ്വല്ലറി ഇതൊക്കെ ഞാൻ പഠിച്ചാണ്. എങ്ങനെയുണ്ട്? അപ്പൊ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്.
രണ്ട് ഭയങ്കര ജോളി ആൾക്കാരുടെ കൂടെ, അതായത് നമ്മുടെ ഷാ ചേട്ടനും നോബി ചേട്ടനും. അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ്. നിങ്ങളുടെ ഗിഫ്റ്റ് വേണമെങ്കിൽ ഇവിടെ വെച്ചിട്ട് പോവാം, അല്ലെങ്കിൽ എടുത്തോണ്ട് കൊണ്ടുപോകാം. അതല്ലേ നല്ലത്, മര്യാദ അതല്ലേ. അല്ല, നിങ്ങൾക്ക് ഭാരമാണോ എന്ന് നോക്കാനാണ്. നിങ്ങൾ ഇത് തന്നില്ലെങ്കിൽ ഞങ്ങൾ എടുത്തോണ്ട് പോകുമായിരുന്നു. താങ്ക് യു. എന്തായാലും നല്ല വിശപ്പാണ് അല്ലേ? രണ്ടുപേരുടെയും വയറ്റെന്നുള്ള ഒച്ച എനിക്ക് ഇതുവരെ കേൾക്കാം. അപ്പൊ നമുക്ക് പോയി ഭക്ഷണം കഴിക്കാം. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാണ്. ബൈ ബൈ. സീ യു. വളരെയധികം ഇങ്ങനെ വാംത്തും മോറൽ സപ്പോർട്ടൊക്കെ വളരെയധികം കൊടുക്കുന്ന ഒരാളാണ് പല ആൾക്കാർക്കും. അത് സത്യമാണ്. എനിക്ക് പൊതുവേ പിള്ളേരെ ഇൻസ്പയർ ചെയ്യാൻ, മോട്ടിവേറ്റ് ചെയ്യാൻ വളരെ താല്പര്യമുള്ള കാര്യമാണ്. നമ്മൾ ഒരേ സിനിമയിൽ വർക്ക് ചെയ്ത രണ്ടാൾക്കാരാണ്. അപ്പൊ നമുക്ക് ഈ വർഷത്തിലൊക്കെ ഉണ്ടായിരുന്ന അതേ ടീം സ്പിരിറ്റ് ഇവിടെ വേണം. ഈ കുട്ടി വേറെ ചെയറിൽ ഇരിക്കുന്നുണ്ടല്ലേ, നമ്മൾ ഒരേ ചെയറിലാണ് ഇരിക്കുന്നത്. അതെ, ബാക്കി പറഞ്ഞു. ഒരിക്കലും പറക്കാത്ത കിളി. ഇക്കിളി ഉത്തരം പറഞ്ഞു. അങ്ങനത്തെ ആൻസേഴ്സ് മാത്രം നിനക്ക് അറിയാൻ ചാൻസ്. സത്യം. ഞാൻ ആക്ച്വലി അഭിനയിക്കുകയാണ്, ഇങ്ങനെ മന്ദോദ്ദീപൻ ആക്ട് ചെയ്യാണ്. ബിക്കോസ് ഈ സിനിമ ഇങ്ങനെ ആക്ട് ചെയ്യാൻ എനിക്കത് മനസ്സിലായില്ല. ഞാനിപ്പോ അഭിനയിക്കുകയാണ്. ഭയങ്കര നാച്ചുറൽ ആയിട്ട്. എങ്ങനെയുണ്ട് മോളെ? നന്നായിട്ട്. പണ്ട് സ്ലേറ്റ് ഉണ്ടാവില്ലേ? എനിക്കറിയാം. സ്ലേറ്റ് അറിയാന്നോ മഷിത്തണ്ട് അറിയാന്നോ? മഷിത്തണ്ട് വെച്ചല്ലേ എഴുതുന്നത്. വളരെ നാച്ചുറൽ ആണ്. ഞാൻ അഭിനയിച്ച എങ്ങനെയുണ്ട്? ഗംഭീരമായിട്ടുണ്ട്. സോറി സർ. ടൈം ലാഭിക്കാം. അപ്പൊ നമുക്കൊരു കാര്യം, പ്രൊമോഷൻ എടുത്ത് ഇങ്ങനെ വാരി വിതറാം എല്ലാത്തിലേക്കും. പ്രൊമോഷൻ, പോസ്റ്റ് പ്രൊഡക്ഷൻ പ്രൊമോഷൻ. വേണ്ടായിരുന്നു, ഇതൊന്നും വേണ്ടായിരുന്നു. എനിക്ക് ഇങ്ങനെ തന്നെ വേണം. You've done another movie with him before. Daddy Good. ആ സിനിമയിലെ മമ്മൂക്കയും ഇപ്പോഴത്തെ മമ്മൂക്കയും തമ്മിൽ ഭയങ്കര വ്യത്യാസം. അതാ ഞാൻ പറഞ്ഞത്. ആ സിനിമയിൽ ഞാൻ മമ്മൂക്ക എന്നുള്ള സ്റ്റാറിനെ മാത്രമേ കണ്ടത്. ആണോ? ഈ സിനിമയിൽ ഞാൻ മമ്മൂക്ക എന്ന സുഹൃത്തിനെയാണ് കണ്ടത്. അപ്പൊ എന്താണ് മമ്മൂക്കയ്ക്ക് സംഭവിച്ചത്? GP എങ്ങനെയുണ്ടായിരുന്നു മമതയുടെ ആക്ട്? ഓ, മമത ഈസ് സച്ച് എ സ്വീറ്റ് ഹാർട്ട്. അത് അടുത്ത റൂമേഴ്സ് ഇറങ്ങിയിട്ടുണ്ട്. എന്ത് മമതയുടെ? നിന്റെ സ്ത്രീകളുടെ വികാരത്തെ കുറിച്ച് GP എന്ത് മനസ്സിലാക്കിയിട്ടുണ്ട്? അതൊരു അക്ഷയപാത്രമാണ്. See how I reach every piece of you. Don't underestimate the things that I can do. ജീവിതമാണ് എൻ്റെ ലഹരി. എങ്ങനെയുണ്ട്? ഒന്നിനുമല്ലാതെ എന്തിനോ തോന്നിയൊരിഷ്ടം, എനിക്കെപ്പോഴോ തോന്നിയൊരിഷ്ടം. രാഗമായി അത് താളമായി, നീ എനിക്കാത്മാവിൻ ദാഹമായി, ശൂന്യമാമിൻ ഏകാന്തതയിൽ പൂവിട്ടൊരനുരാഗമായി.